എനിക്ക് നമ്മുടെ മോനിന്ന് സ്കൂളിൽ പോകണപ്പോഴേ ഭയങ്കര വിഷമം തോന്നി. എന്തിന്? കുട്ടികള് സ്കൂളിൽ പോണ്ടേ? അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ വിവരമില്ലാണ്ടായി പോവും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ 50 കിലോ ബാഗ് നോക്കിയാണ് സ്കൂളിൽ പോണത്. ഒരു പൂജ്യം കൂടി പോയില്ലേ? അപ്പൊ 5 കിലോ കൊണ്ടൊന്നും സമ്മതിച്ചല്ല. ഇത്രയും നാളുകളായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു കൊണാപ്പന്മാർക്കും പറ്റിയിട്ടില്ല. ചിലവന്മാര് മന്ത്രിയായി കഴിയുമ്പോൾ ദിവസവും വീരവാദങ്ങൾ അടിച്ചുവിടും, പക്ഷെ ഒന്നും നടക്കാറില്ല. ചില രാഷ്ട്രീയക്കാരുടെ വിചാരം ഈ കേരളം എന്ന് പറയുന്നത് അവരുടെ തറവാട്ട് സ്വത്താണെന്നാണ്. കഴുതകള്. ആരെയാണ് ഉദ്ദേശിച്ചത്? ആരെയാണെന്ന് പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല, ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ്. ഏതോ ഒരു നേതാവ് പറയണേ കേട്ടു, ഇനി സ്റ്റുഡൻസ് ബുക്സ് വീട്ടിൽ കൊണ്ടുപോയി ബുദ്ധിമുട്ടണ്ട, സ്കൂളിൽ തന്നെ സൂക്ഷിക്കാനുള്ള സൗകര്യം റെഡിയാക്കാന്നൊക്കെ. എന്നിട്ട് എന്തായോ എന്തോ. ആ നേതാവ് ആഴ്ചയിൽ ഇങ്ങനെ ഓരോ ബിഡൽസ് നടത്തും. അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി. ഒന്നാലോചിച്ചാ ഒരാൾ വിചാരിച്ച ഒരു കൊണ്ടോ നടക്കാൻ പോണില്ല. അതിനുള്ള സപ്പോർട്ട് ബാക്കിയുള്ള മിടുക്കന്മാരും കൂടി കൊടുക്കണ്ടേ? ഇപ്പോഴാണ് നിങ്ങൾ കാര്യത്തിലേക്ക് വന്നത്. എന്താ? ഈ പറഞ്ഞ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എന്ത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിപ്പോ പഴയ തലമുറയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അത് പ്രതീക്ഷിക്കണ്ട. സത്യം പറഞ്ഞാല് ഈ ജനങ്ങളെ സംബന്ധിച്ച് ഈ പഴയ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒരു ബാധ്യതയാണ്. ഭൂരിഭാഗം പേടുകളാണ്. അവരെ കൊണ്ട് ഈ നാട് നന്നാവുമെന്ന് വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. ബുദ്ധി വിവരമുള്ള പുതിയ ചെക്കന്മാര് വരണം. അവര് നാടിന്റെ ഭരണം ഏറ്റെടുക്കണം. അപ്പൊ നാട് നന്നാവും. അപ്പൊ തനിക്ക് ബുദ്ധി ഉണ്ടല്ലേ?